നമസ്കാരം. ജീവിത പ്രാരാബ്ധങ്ങളിൽ പെട്ട് ഉഴറുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഓരോ മനുഷ്യനും ജീവിതത്തിൽ വൈകുന്നേരം ആകുമ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്ന മനുഷ്യരാണ് നമുക്ക് ചുറ്റും തലങ്ങനും വിലങ്ങനും ഓടിക്കളിക്കുന്നത്. എന്നാൽ പറയാതെ വയ്യ, ഗവൺമെൻറ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. കേരള ഗവൺമെൻറ് മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർ, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒരിക്കലും ഈ കാര്യത്തിൽ നടപടിയൊന്നും എടുക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ഇവർക്ക് വേണ്ടത് നക്കാപ്പിച്ച 4 വോട്ട് മാത്രമാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിലെ ഹിന്ദുക്കളായ ആദിവാസി മേഖലയിലെ പാവപ്പെട്ടവരൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവിടെ മലയോര പ്രദേശങ്ങളിലെ ഒരുപാട് പെന്തിക്കോസ് ചർച്ചുകൾ കൂണുപോലെ പൊട്ടിമുളച്ചിരിക്കുകയാണ്. ആദിവാസി മേഖലയിലെ പാവപ്പെട്ട ആളുകളെക്ക് ജോലി കൊടുക്കുന്ന പോലെയാണ് അവരെ മതം മാറ്റിയിട്ട് പെന്തിക്കോസ് ചർച്ച് ഉണ്ടാക്കി കൊടുക്കുക. അവരുടെ ജോലി എന്താണ്? വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ബാക്കി ശേഷിക്കുന്ന ഹിന്ദുക്കളെ കൂടി മതം മാറ്റാൻ നിർബന്ധിക്കുക. അതിന് വീടും ബംഗ്ലാവും അല്ലെങ്കിൽ കാറും സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് ഇതുപോലുള്ള പെന്തിക്കോസ് ചർച്ചുകളുണ്ടാവും, പ്രാർത്ഥനാലയങ്ങൾ എന്നാണ് പറയുക. ഈ പ്രാർത്ഥനാലയങ്ങളിൽ അന്യമതസ്ഥരായ ആളുകൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ അവിടെ ചെല്ലുമ്പോൾ അതിനെ കർശനമായി തടയണം. കാരണം ഇത് ഇന്ത്യയാണ്, അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, ബന്ധങ്ങളുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഒരു മുസൽമാൻ്റെ വീട്ടിൽ പോയിട്ട് ഒരു ക്രിസ്ത്യാനി ചെന്നിട്ട് അവർ പറയുകയാണ്, അവർ 5 നേരം നിസ്കരിക്കുന്ന ഈ പാവങ്ങൾ മാപ്പിളമാരുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബം രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ മിനിമം അവരെന്താ ചെയ്യുക? ഒരു ചൂലെടുത്തതിന് മോന്തയ്ക്ക് അടിക്കും, ഇല്ലേ ഈ പാസ്റ്റർമാരെ എന്ന്. അതുപോലെ തന്നെയാണ് പാസ്റ്റർമാരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയിട്ട് മുസ്ലിങ്ങൾ ചെന്നിട്ട് മതം മാറ്റാൻ പോയാൽ, എന്നാൽ അതും ഇതുപോലെയാണ് സംഭവിക്കുക. എന്നാൽ ഹിന്ദുക്കളായ ആളുകൾ മതം പഠിക്കാത്തത് കൊണ്ട് അവരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് സംഘപരിവാർ ഹിന്ദുക്കളിലെ RSSും BJPയും വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ശിവസേനയും ഉണർന്ന് പ്രവർത്തിക്കുക. കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. ഒരു ഹിന്ദു പോലും ഇനി മതം മാറാൻ ഇടവരരുത്, അല്ലെങ്കിൽ അവരെ മതം മാറ്റാൻ ഇടവരുത്തരുത്. നിങ്ങളുടെ പരിസരത്ത്, നിങ്ങളുടെ മൂക്കിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇവിടെ മതം മാറ്റം കാണാം. എന്നിട്ടും പ്രതികരിക്കാതിരിക്കുന്നത് എന്താണ്? ഏത് രാഷ്ട്രീയക്കാരെ പ്രീതിപ്പെടുത്താനാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നത്? പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരെ, ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, നിലമ്പൂർ പുതുവാദ്യാർമഠം കൊട്ടാരത്തിൽ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ സാരഥി. ജാതി രാഷ്ട്രീയത്തിന് അതീതമായ ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഈ കേരളത്തിലെ ഏറ്റവും വലിയ മഹാക്ഷേത്രമായ നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രം ചാരിറ്റി ടെമ്പിൾ ഇവിടെ ഉയർത്താൻ പോവുകയാണ്. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യവും ഇതുതന്നെയാണ്, മതം മാറ്റം അടിച്ചമർത്തുക. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ കാല് തൊട്ട് നമസ്കരിച്ചിട്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുതേ എന്ന് പറയാൻ പറ്റുന്ന സംഭവമല്ല. രാവിലെ എണീക്കും ഇവർ, ഒരു പറ്റം ആളുകൾ വെള്ളയും ഇട്ടിട്ട്, അല്ലെങ്കിൽ കറുപ്പും വെള്ളയും ഇട്ടിട്ട് ഒരു ബൈബിളും പിടിച്ച് ഓരോ വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് പഴയ കാലമല്ല. ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയല്ല, 4 നക്കാപ്പിച്ച വോട്ടിന് വേണ്ടി നടക്കുന്ന കോൺഗ്രസ് അല്ല, രാഹുലല്ല ഇപ്പോൾ ഭരിക്കുന്നത്. മനസ്സിലുണ്ടല്ലോ? ഇത് നരേന്ദ്രമോദിയുടെ ഭാരതമാണ്. ഈ നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ ഒരു മതം മാറ്റം വേണോ? നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ചോദിക്കാനും പറയാനും ഹിന്ദുക്കൾക്ക് ആളുകളുണ്ട്, മുമ്പതല്ല. അപ്പം അതുകൊണ്ട് എല്ലാ ആളുകളും നമ്മുടെ പരിസരത്തുള്ള ആരാധനാലയങ്ങളിൽ, പ്രത്യേകിച്ച് ചിൽഡ്രൻസ് ഹോമുകൾ, അസംബ്ലീസ് ഓഫ് ഗോഡ്, പെന്തിക്കോസ് വിഭാഗത്തിൻ്റെ ഓരോ ആരാധനാലയങ്ങളും ഇന്ന് തന്നെ ശ്രദ്ധിക്കുക. അന്യമതസ്ഥരായ ഹിന്ദുക്കൾ ആരെങ്കിലും അവിടെ പ്രാർത്ഥനാലയത്തിൽ പോകുമ്പോൾ ആ പോകുന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർ നക്കാപ്പിച്ച എന്തെങ്കിലും ചക്കാത്തിൽ നക്കാനും കുടിക്കാൻ കിട്ടുമ്പോൾ സ്വന്തം അമ്മയെപ്പോലും സ്വന്തം അച്ഛനെ പോലും അവർ കൂട്ടിക്കൊടുക്കുന്ന ആളുകളാണ് ഹിന്ദുക്കളിൽ ഏറെയും. അതുകൊണ്ട് തന്നെ സ്വന്തം ദൈവത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. 19 വർഷം ഞാൻ ശബരിമലയ്ക്ക് പോയി, ഭഗവാൻ എനിക്ക്, അയ്യപ്പസ്വാമി എനിക്ക് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു, എനിക്ക് വീട് കിട്ടി, ബംഗ്ലാവ് കിട്ടി, പെണ്ണ് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ഓരോ മലയോര പ്രദേശങ്ങളിൽ ആളുകൾ ഇങ്ങനെ നടക്കുകയാണ്, ഓരോ ഹിന്ദു വീടുകളെ വേട്ടയാടാൻ. അതുകൊണ്ട് ഇന്ന് തന്നെ ഇത് അടിച്ചമർത്തണം.
നമസ്കാരം. പരമാവധി ഷെയർ ചെയ്യുക. ഒരുത്തൻ പോലും ഇനി അങ്ങനെ സംഭവിക്കാതെ നോക്കേണ്ടത് ഓരോ ഹിന്ദുവിൻ്റെയും ധർമ്മമാണ്, കടമയാണ്. ചോദിക്കാനും പറയാനും ഹിന്ദു മതത്തിലെ ആളുകളുണ്ട്. ഇത് ഭാരതമാണ്. ഭാരതം. ജയ് ശ്രീറാം. വന്ദേ മാതരം. ഹരേ കൃഷ്ണ.